2 വർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ 2 വർഷത്തിന്റെ ഉള്ളിൽ അവിടെ വന്ന് എല്ലാം തകർന്ന് ജീവിതം കൈവിട്ടുപോയ അനേകരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ആ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളായി ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രവർത്തനത്തിനും ഞങ്ങൾക്ക് പ്രോത്സാഹനമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇതിനോടകം നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചിട്ടുള്ള ലഘുലേഖയിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ, അഡ്രസ് ഉണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽപ്പെട്ടവർ, കഴിഞ്ഞ ദിവസവും ഞങ്ങൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോ വളരെ ഹൃദയവേദനയോടെ ചില അമ്മമാർ പറഞ്ഞു, എന്റെ മകനെ കൊണ്ട് മടുത്തു, ജീവിക്കാൻ നിവർത്തിയില്ല, സ്വന്തം വീടും സൗകര്യങ്ങളുണ്ടായിട്ടും മകളുടെ വീട്ടിൽ വന്ന് അമ്മ അന്തിയുറങ്ങുകയാണ്. കാരണം KSRTCയിൽ ഉന്നത ജോലിയുള്ള മകൻ അമ്മയെ വീട്ടിൽ കിടത്തി ഉറക്കുകയില്ല, മദ്യത്തിന് അഡിക്റ്റായി അമ്മയെ ഉപദ്രവിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ. ഞങ്ങളും ഇതിൽ നിന്നും വ്യത്യസ്തരല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശുവിന്റെ സ്നേഹം, സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ടിടയായി തീർന്നു. ഞങ്ങള് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരല്ല എന്ന് ഞങ്ങളെ കാണുമ്പോൾ അറിയാം. മാത്രമല്ല, ഞങ്ങളിവിടെ നിൽക്കുന്ന പലരും മറ്റ് ജില്ലകളിൽ നിന്നും വന്നവരുമല്ല. നിങ്ങളുടെ കൺമുമ്പിൽ എല്ലാ ദിവസവും തലങ്ങും വിലങ്ങും യാത്ര ചെയ്യുന്ന, ഈ ദേശത്ത് ജനിച്ചു വളർന്ന, നിങ്ങളിൽ ഒരാളായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ഇന്ന് ജോലിയെല്ലാം ലീവെടുത്ത് ഈ പരസ്യമായി, നിങ്ങൾക്കറിയാം, ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ അവരെ മനോഹരമായി പാട്ടുവിടെ പാടും, പ്രാർത്ഥിക്കും. അവർക്ക് ദൈവം ജീവിക്കാൻ നല്ലൊരു ജോലി കൊടുത്തിട്ടുണ്ട്. ബഹനാൻ ബ്രദറിനെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ തൊട്ടടുത്ത താമസിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം. എന്നാൽ ഇന്നത്തെ ദിവസം അതെല്ലാം മാറ്റിവെച്ച് താൻ ആ സാക്ഷ്യവുമായി ഈ കവറിയിലേക്ക് ഇറങ്ങുന്നതിന്റെ കാരണം, ഈ ലോകത്തിനും മദ്യത്തിനും മയക്കുമരുന്നിന്, സമ്പത്തിന്, നമുക്കറിയാം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം, ശതകോടീശ്വരൻ 12 വിലയേറിയ കാറുകളുടെ ഉടമയായ, കോടാനുകോടി സ്വത്തുള്ള CT റോയി എന്ന് പറയുന്ന ആ മനുഷ്യൻ എന്തിന് ആത്മഹത്യ ചെയ്യണം? ഇവിടെയാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, ജ്ഞാനിതന്റെ ജ്ഞാനത്തിലും ധനവാൻ തന്റെ ധനത്തിലും ബലവാൻ തന്റെ ബലത്തിലും അഹങ്കരിക്കരുത്, പ്രശംസിക്കരുത്. നമുക്ക് പ്രശംസിക്കാനായിട്ടുള്ളത് സമാധാനവും പ്രത്യാശയും നിത്യജീവനും തരുന്ന ദൈവത്തിലായിരിക്കണം നമ്മുടെ പ്രത്യാശ. ഞങ്ങൾ ചുരുങ്ങിയ സമയമാണ് ഈ പൊയ്ക്കാട്ടുശ്ശേരി കവലയിലുള്ളത്. 1 മണിക്കൂർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഞങ്ങൾ ബഹനാൻ ബ്രദറിന്റെ വീടിന്റെ മുറ്റത്ത് ഇന്ന് സന്ധ്യാസമയം ഒരു സുന്ദരമായ സംഗീത സായാഹ്നം, മനുഷ്യ മനസ്സുകൾക്ക്, ശരീരത്തിന്, ആത്മാവിന് ചൈതന്യം ലഭിക്കുന്ന, ആശ്വാസം ലഭിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ അനുഗ്രഹീതനായ പ്രഭാഷകൻ, ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള സ്റ്റാൻലി മാത്യു എന്ന് പറയുന്ന ആ ബ്രദറിന്റെ അനുഭവ സാക്ഷ്യവും ദൈവവചന പ്രഭാഷണവും കേൾക്കാൻ വൈകുന്നേരം 6 മണി കഴിയുമ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത് പരിചയമുള്ള ബഹനാൻ ബ്രദറിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. താൻ തന്നെ അല്പസമയം കഴിയുമ്പോൾ തന്റെ കവലയിലുള്ള സഹോദരി സഹോദരങ്ങളെ ആ മീറ്റിംഗിലേക്ക് ക്ഷണിക്കും. തുടർന്നുള്ള ചില മിനിറ്റുകൾ നിങ്ങൾ ഞങ്ങളെ ശ്രമിച്ചാലും ഞങ്ങളുടെ സഹോദരൻ പ്രമോദ് ഇപ്പോൾ മനോഹരമായ ഒരു ഗാനം ആലപിക്കും. അതിനുശേഷം ബഹനാൻ ബ്രദറിന്റെ വൈഫ് റീന സിസ്റ്റർ, നിങ്ങളുടെ പ്രിയ സഹോദരി, ദൈവം പാടാനായി പ്രിയ സഹോദരിക്ക് കൊടുത്തിട്ടുള്ള ആ കഴിവ് ദൈവനാമ മഹത്വത്തിനായി
പരസ്യമായി ഈ കവലയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പൗലോസ്, ധന്യനായ പൗലോസ് ശ്ലീഹ പറഞ്ഞു, സുവിശേഷത്തെ കുറിച്ച് ഞങ്ങൾക്ക് ലജ്ജയില്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥമതാണ്, ലക്ഷ്യമതാണ്. ഞങ്ങളുടെ ജീവിതം ധന്യമാക്കി തീർത്തത് സുവിശേഷമാണ്. ആ സുവിശേഷം, യേശുവിനെ കുറിച്ചുള്ള മനോഹരമായ പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.